പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബീഫ് കൊണ്ടാട്ടം. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ബീഫ് കഴിക്കാത്തവർ പോലും എത്ര വേണമെങ്കിലും കഴിച്ചു പോവും. അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു 3/4 കിലോയോളം ബീഫ് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ ബീഫ് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ബീഫ് ഒരു 3/4 ഭാഗത്തോളം വേവിച്ചെടുക്കണം. മുഴുവനായിട്ട് വെന്ത് പോകരുത്. ഞാനിതൊരു 3 വിസിലാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഓരോരുത്തരുടെയും കുക്കറിൽ വേവിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് വേവിച്ചെടുത്താൽ മതി. ഞാനിതൊരു 3 വിസിൽ അടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരുന്നു. അതിനുശേഷം എയറൊക്കെ താനെ റിലീസായി പോയതിന് ശേഷമാണ് പിന്നെ തുറന്ന് നോക്കുന്നത്. ഇപ്പോൾ ആ ബീഫൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടെന്നാൽ മുഴുവനായിട്ട് അങ്ങ് വെന്ത് പോയിട്ടില്ല. ഇത്രയും ഒരു വേവാണ് കേട്ടോ വേണ്ടത്. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കും. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് മന്തി മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ഗരം മസാലപ്പൊടിയും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും 1 ടീസ്പൂണോളം മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കും. 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്ത് ഒരു ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട. അത് നമുക്ക് മാറ്റി വെക്കണം. ലാസ്റ്റ് ആവശ്യമുണ്ട്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് 1/2 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് മാറ്റി വെക്കണം കേട്ടോ. മൂടി വെച്ച് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. വലിയ ജീരകം ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇനി ഇതല്ലെങ്കിൽ നമ്മൾ ബീഫ് മാഗ്നേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമുക്ക് ബീഫ് കോരി മാറ്റാം. ബീഫ് ഒരുപാടങ്ങ് മൊരിഞ്ഞു പോകരുത്. അപ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ പോയി പോവും. ഒന്നങ്ങ് മൊരിഞ്ഞു വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കിത് കോരി മാറ്റണം. അങ്ങനെ ബീഫെല്ലാം ഞാനിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് കുറച്ച് ഓയിലൊന്ന് മാറ്റി വെക്കാം. ശേഷം ബാക്കിയുള്ള ഓയിലിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് നീളത്തിൽ അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. പിന്നെ നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണം. ഉണക്കമുളക് പൊടിച്ചതാണ്. പിന്നെ നമ്മൾ ബീഫ് മാഗ്നേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് മസാല ബാക്കിയുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. തിളച്ച് ഒന്ന് വറ്റി വന്ന് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇവിടെ തന്നെ ഒരു മുറി ചെറുനാരങ്ങ പിഴിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ലാസ്റ്റായിട്ട് 1 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. ബീഫിലൊക്കെ മസാല ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചതിന് ശേഷം മൂടി തുറന്ന് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ. ബീഫൊക്കെ കിട്ടുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തൊന്ന് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇതിനി ചൂടാറി കഴിയുമ്പോൾ ബീഫിലൊക്കെ മസാലയൊക്കെ നല്ലോണം പിടിച്ച് ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പം, ചപ്പാത്തി, പൊറോട്ട, നെയ്ച്ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ഞാനിപ്പോൾ ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.